Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 കൂടുതലും കുറവും ഭാഗം 2. എൻ്റെ മരം പദ്ധതിയുടെ ഭാഗമായി പൂമല സ്കൂളിന് 1042 തൈകൾ ലഭിച്ചു. അതിൽ 342 തേക്കും 167 മാവും 257 മഹാഗണിയും 8 ചന്ദനവും ബാക്കി പ്ലാവുമായിരുന്നു. ചന്ദനം സ്കൂളിൽ നടാം, ബാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്? ആകെ എത്ര തൈകളാണ് സ്കൂളിന് ലഭിച്ചത്? 1042. അത് മുഴുവനും കുട്ടികൾക്ക് വിതരണം ചെയ്തോ? ഇല്ല. ചന്ദനം സ്കൂളിൽ നടാമെന്ന് തീരുമാനിച്ചു, ബാക്കിയാണ് കുട്ടികൾക്ക് കൊടുത്തത്. ചന്ദനം എത്രയാണുള്ളത്? 8 എണ്ണമാണ്. 1042 കുറയ്ക്കണം 8. കുറച്ച് നോക്കൂ. 1034. 1034 തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്. ഇനി പ്ലാവിൻ്റെ തൈകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പ്ലാവിൻ്റെ തൈകൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തേക്ക് പറഞ്ഞിട്ടുണ്ട് 342, മാവ് 167, മഹാഗണി 257, 8 ചന്ദനവും ബാക്കിയുള്ളതാണ് പ്ലാവ്. എങ്ങനെ കണ്ടെത്താം? തേക്കിൻ തൈയുടെ എണ്ണവും മാവിൻ്റെയും മഹാഗണിയുടെയും ചന്ദന തൈകളുടെയും എണ്ണവും തമ്മിൽ കൂട്ടിയിട്ട് 1042 നിന്ന് കുറച്ചാൽ പോരെ? തേക്കും ചന്ദനവും കൂടി കൂട്ടി നോക്കാം. 342 കൂട്ടണം 8 എത്രയാണ്? 380. ആ 380നോട് മഹാഗണിയുടെ എണ്ണവും കൂട്ടി നോക്കാം. എത്രയാണ് മഹാഗണി? 287 ആണ്. 380 കൂട്ടണം 287 എത്രയാണ്? കൂട്ടി നോക്കൂ. 607. 607നോട് മാവിൻ്റെ എണ്ണം കൂട്ടി നോക്കാം. 167 ആണ് മാവിൻ്റെ എണ്ണം. 607 കൂട്ടണം 167 എത്രയാണ് കൂട്ടിയാൽ കിട്ടുന്നത്? 774 എന്ന് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്ലാവ് ഒഴികെയുള്ള മറ്റു തൈകളുടെ എണ്ണമാണ് 774. പ്ലാവിൻ്റെ എണ്ണം കാണാൻ 1042 നിന്ന് 774 കുറച്ചാൽ പോരെ? അതെ, 1042 കുറയ്ക്കണം 774. കുറച്ചു നോക്കൂ. 2 നിന്ന് 4 കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ 10ന്റെ സ്ഥാനത്ത് നിന്ന് 1 എടുത്തു, 12. 12ൽ നിന്ന് 4 പോയാൽ 8 ആണ്. 10ന്റെ സ്ഥാനത്ത് ഇനി 4 ഉണ്ടോ? ഇല്ല, 3 ആണുള്ളത്. 3ൽ നിന്ന് 7 പോവില്ല. വീണ്ടും എന്തു ചെയ്തു? 100ന്റെ സ്ഥാനം നോക്കി, അവിടെ 0 ആണ്. 1000ന്റെ സ്ഥാനത്ത് നിന്ന് 1 എടുത്തു, 100ന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 100ന്റെ സ്ഥാനത്ത് എത്രയുണ്ട്? 10 ഉണ്ട്. അതിൽ നിന്ന് 1നെ 10ന്റെ സ്ഥാനത്തേക്ക് എടുത്തു, അപ്പോൾ അവിടെ 13 ആയി. 13ൽ നിന്ന് 7 കുറച്ചാൽ 6 ആണ്. 6ഉം 7ഉം 13. 100ന്റെ സ്ഥാനത്ത് ഇനി എത്രയാണുള്ളത്? 9 ആണുള്ളത്. 9ൽ നിന്ന് 7 പോയാൽ 2 ആണ്. 1000ന്റെ സ്ഥാനത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 268 എന്ന് ഉത്തരം ലഭിക്കും. പ്ലാവിൻ തൈകളുടെ എണ്ണം 268. 3 മാസം കഴിഞ്ഞപ്പോൾ
കുട്ടികൾക്ക് വിതരണം ചെയ്ത തൈകളിൽ 68 നശിച്ചുപോയി. ഇപ്പോൾ ബാക്കി എത്രയുണ്ട്? കുട്ടികൾക്ക് എത്ര തൈകളാണ് വിതരണം ചെയ്തിരുന്നത്? 1034 അല്ലേ? അതിൽ എത്ര എണ്ണം നശിച്ചു എന്നാണ് പറയുന്നത്? 68 നശിച്ചത്. ബാക്കി എത്രയുണ്ട്? എങ്ങനെ കണ്ടെത്താം? 1034 കുറയ്ക്കണം 68. എങ്ങനെ കുറയ്ക്കാം? 68 എന്ന് പറയുന്നത് 34 കൂട്ടണം 34 അല്ലേ? അതെ, 34നോട് 34 കൂട്ടുമ്പോഴാണ് 68. ആദ്യം നമുക്ക് 1034 നിന്ന് 34നെ കുറയ്ക്കാം. ഇപ്പോൾ എത്രയായി? 1000 1000ൽ നിന്ന് വീണ്ടും ഒരു 34നെ കുറയ്ക്കണ്ടേ? വേണം. 1000ൽ നിന്ന് 34 കുറച്ചാൽ എത്രയാണ്? 966. ബാക്കിയുള്ള തൈകളുടെ എണ്ണമാണ് 966. അടുത്ത ചോദ്യം നോക്കാം. ശിശുദിനത്തോടനുബന്ധിച്ച് അമലിന്റെ ക്ലാസ്സിൽ 40 സ്റ്റാമ്പുകൾ ലഭിച്ചു. തിങ്കളാഴ്ച 18 കുട്ടികൾ സ്റ്റാമ്പ് വാങ്ങി. ചൊവ്വാഴ്ച 12 പേർ കൂടി വാങ്ങി. എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? ആകെ സ്റ്റാമ്പുകൾ എത്രയാണ്? 40 ആണ്. 40 സ്റ്റാമ്പുകളിൽ നിന്ന് തിങ്കളാഴ്ച സ്റ്റാമ്പ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. 40ൽ നിന്ന് 18 കുറച്ചാൽ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ട് എന്ന് കണ്ടെത്താം. കുറച്ച് നോക്കൂ. 40 കുറയ്ക്കണം 18. 40ൽ നിന്ന് 10 കുറച്ചാൽ 30. 30ൽ നിന്ന് വീണ്ടും 8 കുറയ്ക്കുക 22. 40 കുറയ്ക്കണം 18, 22. തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ 22 സ്റ്റാമ്പുകളാണ് ബാക്കിയുണ്ടായിരുന്നത്. ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോഴോ? ആ 22ൽ നിന്ന് ചൊവ്വാഴ്ച 12 പേർ കൂടി വാങ്ങി. അപ്പോഴെത്രയാണ് ബാക്കിയുള്ളത്? 22 കുറയ്ക്കണം 12. 10 സ്റ്റാമ്പാണ് ബാക്കിയുള്ളത്. ഇനി നോക്കൂ, ആകെ എത്ര സ്റ്റാമ്പുകളാണ് വാങ്ങിച്ചത്? തിങ്കളാഴ്ച 18 കുട്ടികളും ചൊവ്വാഴ്ച 12 പേരും. 18 കൂട്ടണം 12 എത്രയാണ്? 30. 30 സ്റ്റാമ്പുകളാണ് വാങ്ങിയത്. ആകെയുള്ള സ്റ്റാമ്പുകൾ 40. ബാക്കിയുള്ളത് 10. ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്താം? 2 ദിവസവും സ്റ്റാമ്പ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. എന്നിട്ട് ആകെ സ്റ്റാമ്പുകളിൽ നിന്ന് കുറയ്ക്കുക. ആകെ സ്റ്റാമ്പുകൾ 40. 2 ദിവസവും കൂടി സ്റ്റാമ്പ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം 30. 40 കുറയ്ക്കണം 30, 10. ആകെ എത്ര രൂപ? അമലിന്റെ അച്ഛന് കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ ജോലിയുണ്ടായിരുന്നു. ആകെ 2750 രൂപ കൂലി കിട്ടി. തിങ്കളാഴ്ച 650 രൂപയും ശനിയാഴ്ച 700 രൂപയുമാണ് കൂലി കിട്ടിയത്. ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി? അതിൽ ഒരു ദിവസത്തെ കൂലി എത്ര? 2 ദിവസത്തെ കൂലി തന്നിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് തന്നിരിക്കുന്നത്? തിങ്കളാഴ്ച 650, ശനിയാഴ്ച 700. തമ്മിൽ കൂട്ടി നോക്കാം. തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമായി കിട്ടിയ രൂപ സമം 650 കൂട്ടണം 700 എത്രയാണ്? 1380. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കൂടി 1350 രൂപയാണ് കൂലി കിട്ടിയത്. ആകെ എത്ര രൂപയാണ് കൂലി കിട്ടിയത്? 2750 ആണ്. 2750ൽ നിന്ന് 1350 കുറച്ചാൽ ബാക്കി 2 ദിവസങ്ങളിലെ കൂലി കിട്ടില്ലേ? അതെ, കിട്ടും. 2750 കുറയ്ക്കണം 1350. കുറച്ചു നോക്കൂ. 0, 5ൽ നിന്ന് 5 കുറച്ചാൽ 0, 7ൽ നിന്ന് 3 പോയാൽ 4, 2ൽ നിന്ന് 1 കുറച്ചാൽ 1.
1400. 1400 എന്നത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി കിട്ടിയ രൂപയാണ്. 1400. പിന്നെ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്. ബുധനാഴ്ച എത്ര രൂപയാണോ കിട്ടിയത് അത്രയും രൂപ തന്നെയാണ് വെള്ളിയാഴ്ചയും കിട്ടിയത്. ബുധനും വെള്ളിയും കൂടി 1400 കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തെ കൂലി എത്രയാണ്? 1400ന്റെ പകുതി ആയിരിക്കില്ലേ? അതെ, 1400ന്റെ പകുതി എത്രയാണ്? 14ന്റെ പകുതി 7 1400ന്റെ പകുതി 700. ഒരു ദിവസത്തെ കൂലി 700 രൂപയാണ്. ബുധനാഴ്ചയും 700 രൂപ കിട്ടി, വെള്ളിയാഴ്ചയും 700 രൂപ തന്നെയാണ് കിട്ടിയത്. പാൽ കണക്ക്. അമലിന്റെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ മുതലാണ് സൊസൈറ്റിയിൽ പാൽ കൊടുത്തു തുടങ്ങിയത്. ആ മാസം 3340 രൂപ കിട്ടി. ഒക്ടോബറിൽ 4265 രൂപയും നവംബറിൽ 3768 രൂപയും കിട്ടി. 3 മാസവും കൂടി ആകെ എത്ര രൂപ ലഭിച്ചു? എങ്ങനെ കണ്ടെത്താം? 3 മാസവും കിട്ടിയ രൂപ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. സെപ്റ്റംബറിൽ എത്രയാണ് കിട്ടിയത്? 3340. ഒക്ടോബറിലോ? 4265. നവംബറിൽ കിട്ടിയത് 3768. 3ഉം കൂടി കൂട്ടിയാൽ 3 മാസവും കൂടി കിട്ടിയ ആകെ രൂപ എത്രയെന്ന് കണ്ടെത്താം. കൂട്ടി നോക്കൂ. എങ്ങനെ കൂട്ടാം? ആയിരങ്ങൾ ആദ്യം കൂട്ടി നോക്കുക. സെപ്റ്റംബറിൽ 3340 അതിലെ 3000 എടുക്കാം. ഒക്ടോബറിൽ 4265 അതിൽ നിന്ന് 4000 എടുക്കാം. നവംബറിൽ 3768 അതിൽ നിന്ന് 3000 എടുക്കാം. 3000 കൂട്ടണം 4000 കൂട്ടണം 3000 എത്രയാണ്? 4 3 7, 7 3 10, 10000. ഇനി എന്താണ് ചെയ്യേണ്ടത്? 340 കൂട്ടണം 265 കൂട്ടണം 768. കൂട്ടി നോക്കൂ. 3ഉം കൂടി കൂട്ടുമ്പോൾ 1373 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 10000തോട് 1373 കൂട്ടുക. 11373. 3 മാസവും കൂടി കിട്ടിയ രൂപയാണ് 11373. ഇനി നോക്കൂ, സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ എത്ര രൂപ കൂടുതൽ കിട്ടി? സെപ്റ്റംബറിൽ എത്രയാണ് കിട്ടിയത്? 3340. ഒക്ടോബറിലോ? 4265. എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? 4265 നിന്ന് 3340 കുറച്ചാൽ പോരെ? അതെ, കുറച്ചു നോക്കൂ. 925. സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ 925 രൂപയാണ് കൂടുതൽ കിട്ടിയത്. അടുത്ത ചോദ്യം എന്താണ്? ഒക്ടോബറിനേക്കാൾ എത്ര കുറവാണ് നവംബറിൽ ലഭിച്ചത്? ഒക്ടോബറിൽ ലഭിച്ചത് എത്രയാണ്? 4265. നവംബറിലോ? 3768. എത്ര കുറവാണ് ലഭിച്ചത്? ഒക്ടോബറിൽ ലഭിച്ചതിൽ നിന്ന് നവംബറിൽ ലഭിച്ചത് കുറച്ചു നോക്കുക. 4265 കുറയ്ക്കണം 3768. കുറച്ചു നോക്കൂ. 5ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. 10ന്റെ സ്ഥാനത്ത് നിന്ന് 1 എടുത്തു. 15ൽ നിന്ന് 8 കുറച്ചു 7. പിന്നെയോ 10ന്റെ സ്ഥാനത്ത് 5 ഉള്ളൂ. 5ൽ നിന്ന് 6 കുറയ്ക്കാൻ കഴിയില്ല. 100ന്റെ സ്ഥാനത്ത് നിന്ന് 1 എടുത്തു. 10ന്റെ സ്ഥാനത്ത് ഇപ്പോൾ 15 എന്നായി. 15ൽ നിന്ന് 6 കുറച്ചാൽ 9. വീണ്ടും 100ന്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 1 ഉള്ളൂ. 1ൽ നിന്ന് 7 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. 1000ന്റെ സ്ഥാനത്തു നിന്ന് 1 എടുത്തു. 11 ആയി. 11ൽ നിന്ന് 7 കുറയ്ക്കാമല്ലോ? കുറയ്ക്കാം. 4 7 11. 1000ന്റെ സ്ഥാനത്ത് ഇപ്പോൾ എത്രയാണുള്ളത്?
3 മൂന്നിൽ നിന്ന് 3 കുറച്ചാൽ 0. 497 ഒക്ടോബറിനേക്കാൾ 497 രൂപ കുറവാണ് നവംബറിൽ ലഭിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? സെപ്റ്റംബറിലും നവംബറിലും ലഭിച്ച വരുമാനത്തിന്റെ വ്യത്യാസമെന്ത്? സെപ്റ്റംബറിൽ എത്രയാണ് ലഭിച്ചത്? 3340 രൂപയാണ് സെപ്റ്റംബറിൽ ലഭിച്ചത്. നവംബറിലോ 3768 രൂപയാണ് നവംബറിൽ ലഭിച്ചത്. ഏതു മാസമാണ് കൂടുതൽ ലഭിച്ചത്? നവംബറിലാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടെത്താം? നവംബറിൽ ലഭിച്ച രൂപയിൽ നിന്ന് സെപ്റ്റംബറിൽ ലഭിച്ച രൂപ കുറയ്ക്കുക. 3768 കുറയ്ക്കണം 3340. കുറച്ചു നോക്കൂ. 8ൽ നിന്ന് 0 കുറച്ചാൽ 8, 6ൽ നിന്ന് 4 പോയാൽ 2, 7ൽ നിന്ന് 3 കുറച്ചാൽ 4, 428. അടുത്ത ചോദ്യം നോക്കൂ. സെപ്റ്റംബറിൽ 2004 രൂപയും ഒക്ടോബറിൽ 2770 രൂപയും നവംബറിൽ 2070 രൂപയും പശുവിന്റെ തീറ്റയ്ക്കും മറ്റും ചെലവഴിച്ചു എങ്കിൽ ഓരോ മാസവും എത്ര രൂപ വീതം മിച്ചം ലഭിച്ചു? ഇവയെ നമുക്കൊരു പട്ടികയിൽ എഴുതാം. മാസം: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. വരുമാനം: സെപ്റ്റംബറിൽ 3340, ഒക്ടോബറിൽ 4265, നവംബറിൽ 3768. ചെലവ്: സെപ്റ്റംബറിൽ എത്രയാണ് ചെലവ്? 2004, ഒക്ടോബറിൽ 2770, നവംബറിൽ 2070. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? മിച്ചം എത്രയെന്നാണ് കണ്ടെത്തേണ്ടത്. ഓരോ മാസവും മിച്ചം വന്ന തുക എങ്ങനെ കണ്ടെത്താം? ഓരോ മാസവും ലഭിച്ച വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ പോരെ? അതെ. സെപ്റ്റംബറിൽ 3340, 3340 കുറയ്ക്കണം ചെലവ് 2004. കുറച്ചാൽ കിട്ടുന്ന ഉത്തരമല്ലേ മിച്ചം വരുന്ന തുക? അതെ. 3340 കുറയ്ക്കണം 2004. കുറച്ചു നോക്കൂ. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 1336 എന്ന് ഉത്തരം കിട്ടും. സെപ്റ്റംബർ മാസത്തിൽ മിച്ചം വന്ന തുക 1336. ഒക്ടോബർ മാസത്തിൽ മിച്ചം വന്നതോ? ഒക്ടോബർ മാസത്തിലെ വരുമാനം 4265 ആണ്. കുറയ്ക്കണം ഒക്ടോബർ മാസത്തിലെ ചെലവ് 2770. കുറച്ചു നോക്കൂ. കിട്ടുന്ന ഉത്തരമാണ് ഒക്ടോബർ മാസത്തിൽ മിച്ചം വന്ന തുക 1495. 1495 രൂപയാണ് ഒക്ടോബറിൽ മിച്ചം വന്നത്. അടുത്തത് നവംബർ. നവംബറിൽ എത്രയാണ് വരുമാനം? 3768 ആണ്. ചെലവ് 2070 ആണ്. 3768 കുറയ്ക്കണം 2070. കുറച്ചു നോക്കൂ. എത്രയാണ് ഉത്തരമായി കിട്ടുന്നത്? 1698. 1698 രൂപയാണ് നവംബർ മാസത്തിൽ മിച്ചം വന്നത്. ഏതു മാസത്തിലാണ് കൂടുതൽ രൂപ മിച്ചം കിട്ടിയത്? നവംബർ മാസത്തിലാണ്. ഒക്ടോബറിലേക്കാൾ എത്ര കൂടുതലാണ് കിട്ടിയത്? 1698 കുറയ്ക്കണം 1495. കുറച്ചു നോക്കൂ. 203. ഒക്ടോബറിലേക്കാൾ 203 രൂപയാണ് നവംബറിൽ അധികമായി മിച്ചം വന്നത്. സെപ്റ്റംബറിലേക്കാൾ എത്ര രൂപ കൂടുതലാണ് നവംബറിൽ ലഭിച്ചത്? നവംബറിൽ ലഭിച്ചത് 1698 ആണ്. സെപ്റ്റംബറിലോ 1336 ആണ്. എത്ര രൂപ കൂടുതൽ ലഭിച്ചു? 1698 കുറയ്ക്കണം 1336. എത്രയാണ് കിട്ടുക? 362. സെപ്റ്റംബറിലേക്കാൾ 362 രൂപ കൂടുതൽ നവംബറിൽ ലഭിച്ചു.
ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.